നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗിക ചുമതലകൾക്കൊപ്പം തന്നെ സ്വന്തമായിട്ടുള്ള കർമ്മ മേഖലകളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും പ്രവർത്തന തലങ്ങളിൽ ഏർപ്പെടുവാനും സാധ്യത കാണുന്നു. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധിക്കും. അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി തൊഴിൽ മേഖലകളിലുള്ള അനിഷ്ടാവസ്ഥകളൊക്കെ പരിഹരിക്കുവാനിടയുണ്ട്. കീഴ് ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. അഥവാ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാൻ ഇടവരും. അനുരഞ്ജന ശ്രമം അനുകൂലമായി തീരും. ബന്ധുക്കൾ വിരുന്നു വരുവാനിടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നത് വഴി മനസ്സമാധാനം ഉണ്ടായിത്തീരും. ഏതൊരു കാര്യങ്ങളും വേണ്ട വിധത്തിൽ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവ സാന്നിധ്യം വേണ്ടിവരും. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് പറഞ്ഞത്.